മെസ്സി കേരളത്തിലേക്ക് വരും കേട്ടോ. ഇതായിരുന്നു കേരള കായിക മന്ത്രിയുടെ ആത്മവിശ്വാസമുള്ള പ്രഖ്യാപനം. ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ നേടിയതായിരുന്നു ഈ പ്രസ്താവന. എന്നാൽ അർജന്റീനയുടെ തനതായ ഡ്രിബ്ലിംഗ് പോലെ ഒരു തിരിഞ്ഞോടലാണ് ഇപ്പോൾ സംഭവിച്ചത്. ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന ഫുട്ബോൾ ടീം ഈ വർഷം കേരളം സന്ദർശിക്കില്ലെന്ന കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ മാസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി പോലെ പരന്നിരുന്ന ആ വാഗ്ദാനം പൊളിഞ്ഞതോടെ മലയാള ഫുട്ബോൾ ആരാധകർ വലിയ നിരാശയിലാണ്. മുൻപ് ഒക്ടോബറിൽ വരുമെന്നും നവംബർ 2 വരെ കേരളത്തിൽ തന്നെ ഉണ്ടാകുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചിരുന്നതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മെസ്സി വരും കേട്ടോ എന്ന് ധൈര്യത്തോടെ പറഞ്ഞയാൾ ഇപ്പോൾ തനിക്ക് തന്നെ തിരിച്ചടിയായി തിരിച്ചു വരുന്ന വാക്കുകൾ നീക്കി നടക്കുകയാണ്. 2024 ജനുവരിയിലാണ് ഈ മെസ്സി എപ്പിസോഡ് ആദ്യമായി പൊളിഞ്ഞത്. അർജന്റീന ടീമും ലയണൽ മെസ്സിയും കേരളത്തിലെത്തും. ആ സമയത്ത് ടൂർ നടത്തുകയും കേരളത്തിലെ വിവിധ ഫുട്ബോൾ അക്കാദമിയുമായി സഹകരിക്കുകയും ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപനം. ഫിഫ ലോകകപ്പിന് പിന്നാലെ മെസ്സി യൂറോപ്യൻ ക്ലബ് ഫുട്ബോളുകളിൽ നിന്ന് നേരത്തെ US മാറിയിരുന്നു. അപ്പോൾ തന്നെ ഇന്ത്യൻ സന്ദർശനം, പ്രത്യേകിച്ച് കേരളം, അഭിമാനമായി കണക്കാക്കപ്പെട്ടിരുന്നു. സമ്മേളനങ്ങളിലും കോളേജുകളിലും സംസ്ഥാന അസംബ്ലിയിലേക്ക് വരെ ഈ സന്ദർശനം എത്തിയിരുന്നു. മെസ്സിയുടെ വരവിന് വേണ്ട ചെലവുകൾ മുഴുവനും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ, കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി തുടങ്ങിയ സ്ഥാപനങ്ങൾ വഹിക്കും എന്നതായിരുന്നു ആദ്യം പറയപ്പെട്ടത്. എന്നാൽ അവർ പിന്മാറിയതോടെ മറ്റൊരു സ്വകാര്യ സ്ഥാപനമാണ് ചുമതല ഏറ്റെടുത്തത്. പണം നൽകുന്നതിനുള്ള അനിശ്ചിതത്വം തുടങ്ങിയതോടെ മന്ത്രി ഇതിനിടയിൽ മഞ്ഞക്കാർഡ് വീശുകയും ചെയ്തു. പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും മെസ്സി തീർച്ചയായും വരുമെന്നും മന്ത്രി സ്പോൺസറുമായി ചേർന്നുള്ള വിശദീകരണങ്ങൾ വീണ്ടും ആവർത്തിച്ചു. അർജന്റീന ടീം അടുത്ത വർഷം മാത്രമേ വരികയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത് കേരളത്തിന് സ്വീകാര്യമായതല്ല എന്നാണ് മന്ത്രിയുടെ വിവരണം. കൂടാതെ നേരത്തെ പറയപ്പെട്ട സമയത്ത് കളിക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ കേരളത്തിൽ എത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത മാർച്ചിലാണ് പുതുതായി പറഞ്ഞ തീയതി. എന്നാൽ 2026 മാർച്ചിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വർഷമാണത്. അതിനാൽ തന്നെ ഈ നീക്കം ഇനി അർത്ഥശൂന്യമാണെന്നും സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നു. പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ നൽകണം, അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്നതിനും അപ്പുറം കടന്നാണ് മന്ത്രിയുടെ അഭിപ്രായ പ്രകടനം. അതിലൂടെ തന്നെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ ലയണൽ മെസ്സിയുടെ വരവ് ഏറെ കാത്തിരുന്ന ഒന്നായിരുന്നു. ഇത്തരത്തിൽ ആഗോള ഫുട്ബോൾ നക്ഷത്രം ഒരു സംസ്ഥാനത്തെ സന്ദർശിക്കുന്നത് മഹത്തായ ഒരു അവസരമായി കണക്കാക്കിയിരുന്നു. വിദ്യാർത്ഥികളിൽ നിന്ന് മുതിർന്നവരിലേക്കും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ആകാംക്ഷ നിറഞ്ഞ ഒരു കാത്തിരിപ്പായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ വന്ന നിലപാടിൽ തീർച്ചയായും തികച്ചും നിരാശയാണ് കാണുന്നത്. പലരും സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യത്തിൽ രോഷം പ്രകടിപ്പിച്ചു. ഗോളിയില്ലാത്ത പോസ്റ്റിൽ പോലും പെനാൽറ്റി പുറത്തേക്കടിച്ച കളിക്കാരനാണ് നമ്മുടെ മന്ത്രി എന്ന് കുറിച്ചവരുമുണ്ട്. ഈ നാടകത്തിൽ ആരാണ് ഒടുവിൽ ഉത്തരവാദി? അർജന്റീന അസോസിയേഷനോ, സർക്കാർ സംരംഭങ്ങളോ, സ്വകാര്യ സ്പോൺസറോ, അതോ കുറച്ച് പോപ്പുലർ ആവാൻ വേണ്ടി ശ്രമിച്ച ഒരേ ഒരു മന്ത്രിയോ? ഇത്തരം ചോദ്യങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല. എന്നാൽ മെസ്സി വരും എന്ന മന്ത്രിയുടെ ഒറ്റവാക്കിന്റെ പരസ്യഫലമായി പലരും നിക്ഷേപിച്ച പ്രതീക്ഷകളും ശ്രമങ്ങളും അപ്രത്യക്ഷമായിരിക്കുകയാണ്.